എനിക്ക് തോന്നുന്നു ഹൈദർക്കയുടെ ഇൻ്റർവ്യൂസിലെ ഏറ്റവും മനോഹരമായ വിഷ്വലി മനോഹരമായ ഓക്കെ നമുക്കറിയില്ല മുന്നോട്ട് എന്തായിരിക്കുന്നു. ഞാനും വെയിറ്റ് ചെയ്തിരിക്കും മനുഷ്യൻ എന്തൊക്കെയാണ് ചോദിക്കാൻ പോണെന്ന്. നമുക്കറിയാം കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സീസ് ഒക്കെ പോക്കറ്റ് നിറച്ച് വന്നേക്കായിരിക്കും. ഇല്ല, ഞാൻ ഒന്ന് നന്നായി. ഞാൻ കുറച്ച് അങ്ങനെ ആവരുത്, അങ്ങനെ ആകാൻ പാടില്ല അല്ലേ? നന്നാവരുത്, നന്നാകാൻ പാടില്ല. നന്നാവരുത്. നിങ്ങൾ പോലെ നന്നാകലെന്ന് പറയും, ഇടയ്ക്ക് നന്നാവണമെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഞാൻ ഒരു എപ്പോഴും എല്ലാവരോടും നന്നാവരുതെന്ന് പറയുന്ന ആളാണ്. അതല്ലേ? പിന്നെ നന്നാവുന്ന ഇഷ്ടമല്ല. അങ്ങനല്ല, നമുക്കിപ്പോഴല്ലേ ഇതൊക്കെ പറ്റൂ. ഇവിടുത്തെ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വെച്ചിട്ടല്ലേ നമുക്ക് ഓരോന്ന് കിട്ടത്തുള്ളൂ. അങ്ങനെ എല്ലാവരും നന്നായ എനിക്കൊന്നും കൂട്ടുകാരുണ്ടാവില്ലല്ലോ. അജു, എന്തായാലും ഈ പറഞ്ഞ പോലെ 2024 പോകുന്നു. ക്രിസ്മസ് ഒക്കെ വന്നു, ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ പോകുന്ന സമയമാണ്. 2024 അജുവിനുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ലാഭങ്ങളുടെ പട്ടിക വേറെയാണ്, നഷ്ടങ്ങളുടെ പട്ടിക എന്തായിരിക്കും? ഞാനങ്ങനെ ബോദർ ചെയ്തിട്ടില്ല. നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു വിഷമങ്ങളൊക്കെ നമുക്ക് താൽക്കാലികമായിട്ട് ചിലപ്പോൾ നാച്ചുറലി എല്ലാ മനുഷ്യരിലെയും പോലെ എന്നെയും ബാധിക്കുമായിരിക്കും. പക്ഷെ കുറച്ചുകൂടി ക്യാരി ചെയ്ത് വെക്കുന്നത് ശീലം കുറവാണ്. അത് ഓർത്ത് അതിൽ തന്നെ ക്ലിങ് ചെയ്തിരിക്കുന്ന ഒരു ശീലമില്ല. അപ്പോൾ അത് പെട്ടെന്ന് പറയാൻ ഞാൻ ഇനിയിപ്പം ഓർത്തൊക്കെ ഇനിയും ഫൈൻഡ് ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നുള്ളൊരു ഓർമ്മയിലൊന്നും. ലാഭങ്ങൾ എന്തായി? ഓരോ ദിവസവും ഏതെങ്കിലും ഒരു സിനിമ കിട്ടുന്നത് ഏറ്റവും വലിയ ലാഭം എന്ന് വിചാരിച്ച നടക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സിനിമ ഇറങ്ങാൻ പറ്റിയ അത് ലാഭം, ഒരു ടേക്ക് ഓക്കെ ആയാൽ അത് ലാഭം കാണുന്ന ആൾ, നല്ല ഭക്ഷണം ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടുന്നത് വളരെ ലാഭം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ കോവിഡ് വരെ നന്നായിരുന്നു. പക്ഷെ പോസ്റ്റ് കോവിഡിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട്സ് റീപ്പ് ചെയ്യുന്നത് കാണുമ്പം ആ സ്നേഹം തിരിച്ച് പ്രേക്ഷകർ, സ്നേഹം എന്നുള്ളതിന് ഞാൻ അതിന് വേറൊരു അർത്ഥത്തിൽ പറയാം. ഒരു കാര്യം നമ്മൾ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ അവർ കൂടെ നിൽക്കുന്നത് കാണുമ്പം അത് ഒരുപാട് കോൺഫിഡൻസ് തരുന്നുണ്ട്. എനിക്ക് കോവിഡിന് മുമ്പും കോവിഡ് കഴിഞ്ഞിട്ടുള്ള അജുവിൻ്റെ അഭിനയ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ഞാൻ ഒരു പ്രേക്ഷകൻ പറഞ്ഞാൽ, അഭിനയിക്കാൻ ഇപ്പോൾ അറിയാം, നേരത്തെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞത് പ്രേക്ഷകൻ എന്ന നിലയിലാട്ടോ, ഒരു ആങ്കർ എന്ന നിലയിലല്ല. ഞാൻ ഇപ്പോഴും അത് രണ്ടാമത് പറഞ്ഞത് ഞാൻ പറയും. പക്ഷേ കോവിഡിന് ശേഷം ഇപ്പം മനീഷ് നാരായണൻ്റെ ഇൻ്റർവ്യൂ ഒരു മുഖ്യ കാരണമായി മാറിയ ഒരു കാര്യം കോവിഡിൻ്റെ സമയത്ത് നടന്നത്. അദ്ദേഹത്തിന് ആ ഇൻ്റർവ്യൂവിൽ 1-2 ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്നിലെ നടൻ എടുക്കേണ്ട ഉത്തരവാദിത്ത ബോധങ്ങളെക്കുറിച്ച് എന്നിൽ ഒന്നുകൂടൊന്ന് തോന്നലുകൾ ഉണ്ടാക്കി. കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ കൂടുതലും നമ്മളിലോട്ട് തന്നെ നമ്മുടെ ചിന്തകളെ മാറ്റിവിടാൻ സമയം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചും കൂടിയൊക്കെ എൻ്റെ ജോലിയിൽ ഞാൻ ശ്രമിക്കാത്ത കുറേ ഇൻവോൾവ്മെൻറ്റുകൾ ചെയ്യണമെന്നും ഒക്കെ ഉള്ളൊരു ഒരാഗ്രഹം തോന്നി. ആഗ്രഹം തോന്നിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്കതിനനുസരിച്ച് അവസരങ്ങൾ കിട്ടണം. ഏതൊരു വ്യക്തിക്കും ഏതൊരു മേഖലയിലും അവസരം കിട്ടുമ്പോഴല്ലേ പുള്ളിക്ക് അത് ചെയ്തിട്ട് പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുറവുകൾ, അതിൽ എന്തൊക്കെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു സിനിമ വരുന്നത്. അത് റിലീസായിട്ടില്ല, പക്ഷെ അതെനിക്കൊരു ഗ്രേറ്റ് ലേണിംഗ് ആയിരുന്നു. ആ സിനിമ ഇതിലൂടെ ഒരു എന്താ പറയുക, ഒരു 45-50 ദിവസം വേറൊരു രീതിയിൽ മിഥുൻ്റെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് അതിലുണ്ടായിരുന്നു. മിഥുൻ മാനുവൽ നമുക്കറിയാം, വളരെ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ സ്ക്രീനിൽ എഴുതുന്ന ആൾ, കൊണ്ടിരുന്ന ആൾ. അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു എനിക്കതിൽ. നമ്മൾ സ്ഥിരം ചെയ്തു വരുന്ന പാറ്റേൺ അല്ലായിരുന്നു അതുവരെ. അപ്പം അത് കോവിഡിന് ശേഷം ഫസ്റ്റ് സംഭവിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവിടുന്ന് ഗഗനചാരി സംഭവിച്ചു, ഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടി, വ്യത്യാസമുള്ള അവസരങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. വ്യത്യാസമുള്ള റോളുകൾ, ലെങ്തിനല്ലായിരുന്നു പ്രാധാന്യം. ഒരു സിനിമയിൽ 1 മിനിറ്റോ 3 മിനിറ്റോ ആണെങ്കിലും കുഴപ്പമില്ല, 50 മിനിറ്റും ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചോയ്സ് എടുത്തു. നേരത്തെയൊക്കെ കൂടുതലും നമുക്ക് വരുന്ന കൂട്ടുകാരൻ്റെ വേഷമാണ്. അപ്പം ആ സമയത്ത് അത് ആവശ്യമായിരുന്നു, മണ്ടത്തരം പറഞ്ഞ് കൂടെ നടക്കുന്ന കൂട്ടുകാർ. പക്ഷെ കുറേ കഴിഞ്ഞ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ആദ്യമൊക്കെ പ്രേക്ഷകർ പറയാറുണ്ട് ടൈപ്പ് കാസ്റ്റഡ് ആവുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ. എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു, എനിക്കത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരു ഏജ് ആയപ്പോഴായിരിക്കാം പിന്നെ ഈ 18-20കാരനും 23കാരനും ഒക്കെ, ഞാൻ 35 കടന്നു, അപ്പോൾ ഇപ്പോൾ 40ആയി. അപ്പം ഇനി എനിക്കൊരു 25കാരനാവാൻ മനസ്സുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നിയില്ല. അപ്പം
എന്ത് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഒരു സിനിമ വരികയാണ്, അതിലൊരു നായകനുണ്ട്, നായകൻ്റെ കൂട്ടുകാരൻ്റെ വേഷമാണ് എനിക്ക് വരുന്നെങ്കിൽ, അതിലൊരു ചെയ്യാത്തൊരു വേഷം ചിലപ്പോൾ ഒരു സീൻ ഉണ്ടാവുള്ളെങ്കിലും അത് ഞാൻ ചോദിക്കാൻ തുടങ്ങി. ചോദിച്ചു തുടങ്ങി. കാശും റോളിന്റെ ലെങ്ത് മറ്റേടത്താ. റോളിന്റെ ലെങ്ത് കൂടുമ്പോഴാണല്ലോ കാശ് കൂടുന്നത്. അതെ. പക്ഷെ എന്നാലും ഞാൻ പോസ്റ്റ് കോവിഡ് ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഈ അടുത്ത് വരെ ധ്യാൻ ശ്രീനിവാസൻ വീണ്ടും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിപ്പിച്ചിരി മാറ്റുന്നുണ്ട്. അല്ല, അത് വേറൊരു എപ്പിസോഡാണ് നമ്മൾ വരുന്നറിയാം. ഇപ്പൊ അജു എല്ലാ സിനിമയും അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അജു മറ്റേത് സെലക്ട് ചെയ്യും സിനിമകൾ. ഇപ്പൊ നേരത്തെ മുതൽ എന്തിന്റെ കാര്യങ്ങളാണ് എല്ലാം പറയും. ധ്യാൻ ഇല്ലാത്തൊരു സിനിമ ഒരു വെള്ളിയാഴ്ച ഇല്ല എന്ന് എൻ്റെ ഉള്ളിൽ തന്നെ അജു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അജു ഇല്ലാത്തൊരു വെള്ളിയാഴ്ചയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ സിനിമയിൽ നിന്ന് ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ് അജു. അപ്പൊ ധ്യാന്റെ പാത കൃത്യമായി തുടരുവാണോ? ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ലിവിങ്ങിലോട്ട് വരുമ്പോൾ ധ്യാൻ്റെ ഉപദേശങ്ങൾക്ക് ഒരുപാട് വിലയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ധ്യാൻ്റെ ഉപദേശങ്ങൾ എന്ന് മാറ്റിയത് ധ്യാൻ്റെ രീതികൾക്ക് ഒരു ബാലൻസ്ഡ് ആക്റ്റാണ് നല്ലത്. നമുക്ക് ജീവിക്കാൻ കാശ് വേണം. എപ്പോഴും നമ്മൾ ഈ ഒരു സീൻ ചോദിക്കുന്നത് ശരിയല്ല. ചിലപ്പോൾ മുന്നേ ചെയ്തൊരു സാധനമാണെങ്കിലും എങ്ങനെ വ്യത്യാസത്തോടെ ചെയ്യാമെന്നുള്ളത് എൻ്റെ ശ്രമത്തിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. മുന്നേ ചെയ്തൊരു കാര്യം വീണ്ടും അതേ, നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ കാറുകൾ പലതരം അല്ലേ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ, ഇപ്പോൾ ബിരിയാണി, മലബാർ ബിരിയാണി ഉണ്ട്, തലശ്ശേരി ബിരിയാണി ഉണ്ട്, ഹൈദരാബാദ് ബിരിയാണി ഉണ്ട്, ദുബായിൽ ബിരിയാണി വേറെ ആയിരിക്കാം അല്ലേ, ഒരു തമിഴ്നാടിന് ബിരിയാണി വേറെ. സോ അതാണ് എൻ്റെ ശ്രമം, സത്യസന്ധമായ ശ്രമം. എന്ന് വെച്ച് നമുക്ക് ബിരിയാണി ആവാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ലെങ്ത് ഓഫ് ദ റോളും ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു പാത തുടർന്നു. ഇപ്പൊ വീണ്ടും ഭയങ്കര ചൂസി ആകുമ്പോൾ നമുക്കൊരു തൃപ്തിയുള്ള മാത്രം വേഷങ്ങൾ ചെയ്യാം. ഇത് നമുക്ക് തൃപ്തികരമാക്കി വന്നൊരു വേഷത്തെ മാറ്റണം, നമുക്കും കൂടെ തൃപ്തികരമായി മാറ്റാൻ ശ്രമിക്കണം. അല്ലെ, അജുവിൻ്റെ അടുത്ത് ഞാൻ ഓപ്പണായിട്ട് ചോദിക്കാനുണ്ടോ, അജുവിനെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആളുകളുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ അജുവിന് ജാടയാണ്, അഭിനയം അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് ഹെഡ് വെയിറ്റ് ആണ്, ജാടയാണ്. അജുവിനെ ഇഷ്ടപ്പെടാത്ത കുറെ ആളുകളുണ്ട്. അജുവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് പണ്ട് തൊട്ട് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരെ ഇഷ്ടം. അതെ, പണ്ട് തൊട്ട് എന്നെ വെറുതെ എൻ്റെ അടുത്ത് വന്ന് നല്ലത് പറയുന്നവരോട് നീ കേട്ട് വിടാറേ ഉള്ളൂ. ഇപ്പം എൻ്റെ കൂടെയുള്ള മാനേജർ ഞാൻ പലയിടത്തും പറഞ്ഞു, ഇപ്പം അല്ലെങ്കിൽ എൻ്റെ അഡ്മിൻ വളരെ ബ്ലണ്ടായിട്ട് തല്ലിപ്പൊളിയാന്ന് മുഖത്ത് നോക്കി പറയുന്നതാണ് എനിക്കിഷ്ടം. ആക്ച്വലി പണ്ടും ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെ ഇൻ്റർവ്യൂവിലാണ് തോന്നുന്നു പറഞ്ഞേക്കണേ, പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ബാക്ക് പേപ്പേഴ്സ് ഉണ്ടല്ലോ, അത് 9 എണ്ണമാണുള്ളത്. അപ്പം ആ സമയത്ത് വരുമ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 15 20 പറയാറുണ്ട്. കാര്യം അയാളുടെ മുഖത്തെ ആ ഒരു ചെറിയ സന്തോഷം കാണാൻ എനിക്ക് സന്തോഷമായിരുന്നു. ഒരുതരം വട്ടായിരിക്കാം, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.